मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। രക്ഷപ്പെട്ടു. എന്റെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിക്കഴിഞ്ഞു. സംശയമുണ്ടോ? എന്റെ ഡൈജഷനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ പപ്പാളിപ്പഴം ഞാൻ കഴിക്കും. ഇതെന്റെ ഫേവറേറ്റ് കളറാണ്, അതുകൊണ്ട് ഇത് ഞാൻ തന്നെ കഴിക്കും. കിറ്റി ഡയറ്റിലാണ്. ഈ പപ്പാളിപ്പഴം ഞാൻ അവിടുത്തെ തന്നെ കൊടുക്കും. കണ്ടോ, നമ്മളുടെ വഴക്ക് കാരണം ഇപ്പോ പഴം അവന്റെ കയ്യിലേക്ക് പോയി. എടാ, പണ്ടത്തെ പഴമൊഴി പോലെയായി. ഈ പൂച്ചകൾ തമ്മിലുള്ള തല്ലുകൾക്കിടയിൽ കൊരങ്ങനെ ലാഭം കിട്ടിയെന്ന് പോലെ. സംശയമുണ്ടോ? സുൽത്താന്റെ മകനാണ് ബാറ്റ്മാൻ. ബാഡ്മാൻ അല്ല, നീ ബാഡ് മങ്കിയാണ്. ഇപ്പൊ സമാധാനായല്ലോ. നമ്മൾ തിന്നേണ്ടത് അവന്റെ കയ്യിലേക്ക് പോയി. അതെ, നമ്മൾ കഴിക്കേണ്ടത് ഇപ്പോ അവന്റെ കയ്യിലേക്ക് പോയിരിക്കുകയാണ്. ഞാനിത് താഴെ വീഴുന്ന പൊട്ടാതിരിക്കാൻ പിടിച്ചു വന്നേ ഉള്ളൂ. ഈ പപ്പാളിപ്പഴം നിങ്ങളുടേതാണ്. എന്നാ വച്ചോ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇപ്പൊ ബാഡ് മങ്കി ഗുഡായി. സംശയമുണ്ടോ? എല്ലാരും നന്നാകാൻ ഒരു ചാൻസ് കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാനും ഇപ്പോൾ നല്ലവനായിട്ട് മാറി. എനിക്കൊരു സംശയം. എടാ, ഞാൻ സംശയമുണ്ടോന്ന് ചോദിച്ചേയില്ലല്ലോ. അതിന്റെ ആവശ്യമില്ലല്ലോ, എപ്പോഴും നിനക്കാണല്ലോ സംശയം. ഇപ്രാവശ്യം എനിക്കാണ് സംശയം. സംശയമുണ്ടോ? ശരിയാ, കുരങ്ങന്മാരെ ഒരിക്കലും നമ്മളുടെ കൂട്ടത്തിൽ ചേർക്കാൻ പാടില്ല. അങ്ങനെ പറയരുത്, നമുക്ക് ചേർക്കാം. ഇന്ന് ലഞ്ച് കഴിക്കാൻ നീ വരണം. 1 മണിക്ക് തന്നെ വന്നോളൂ. ഓക്കേ? സോറി. ഞാൻ പറഞ്ഞതല്ലേ, ഇവന്റെ കുസൃതി ഒരിക്കലും തീരില്ല. അവൻ ചെയ്ത തെറ്റിന് നമ്മോട് സോറി പറഞ്ഞു കഴിഞ്ഞല്ലോ. അതെ, 1 മണിക്കല്ലേ നിങ്ങൾ വിളിച്ചതാ. ലേറ്റ് ആകാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാനേ ജനൽ വഴി വന്നതാ. അല്ലെങ്കിൽ ഡോർ ബെൽ അടിച്ചിട്ടേ വരുമായിരുന്നുള്ളൂ. ശരി, വാ നമുക്ക് കഴിക്കാം. എനിക്ക് വിശക്കുക. പായസമോ? സോറി, എനിക്കിത് വലിയ ഇഷ്ടമാണ്. ഒരു കുഴപ്പമില്ല, സമാധാനായിട്ട് കഴിക്ക. അടിപൊളി ആഹാരം തന്നെയാണ്. നിങ്ങളും വേണ്ട, കഴിക്കുന്നേ. നീ കഴിക്കുന്നത് കണ്ടപ്പോ തന്നെ ഞങ്ങളുടെ വയറ് നിറഞ്ഞു. എന്നാ ശരി, ആഹാരം ഒരിക്കലും പാഴാക്കരുതാ. ഇനി മധുരമൊന്നും ഒരു കുഴപ്പമില്ല. ഡിന്നറിന് എന്തെങ്കിലും ഉണ്ടാക്കിയാ മതി. ശരി, ഞാൻ പോയിട്ട് വരാം. വല്ലാതെ ഉറക്കം വരുവാ. നീ ഉറങ്ങാനായി പോവേണ്ട എന്താവശ്യമാണുള്ളത്? ഇവിടെ തന്നെ AC ഇട്ട് അങ്ങ് കിടന്നോ? വേണ്ട വേണ്ട, ഞാൻ കൂട്ടുകാർക്ക് ഒരിക്കലും ശല്യമാവുകയില്ല. കറണ്ട് ബില്ല് എന്തിനാ വേസ്റ്റ് ആക്കുന്നത്? ഇവൻ വളരെ നല്ലവൻ തന്നെയാണ്. ഇവൻ നമ്മുടെ കറണ്ട് ബില്ല് ലാഭിച്ചിരിക്കുകയാണ്. എല്ലാ ആഹാരം കഴിച്ചില്ലേ? അത് നീ കണ്ടില്ലേ? ഒന്നും തന്നെ ഇല്ല. അവർ ഇത്രയും കഴിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉണ്ടാക്കിയനെ. ഞാനിന്ന് നിന്നെക്കാളും വലിയൊരു ബാഡ് മങ്കിയായി മാറിയിരിക്കുക. പഴക്കടയിൽ നിന്നും 1 ഡസൻ വാഴപ്പഴമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് കഴിച്ചോ? പോടാ അവിടുന്ന്. ഇതൊക്കെ ആരാ കഴിക്കുക? കുരങ്ങനായിരുന്നിട്ട് നിനക്ക് വാഴപ്പഴം വേണ്ടെന്ന് പറയാ? ഇന്ന് പറോട്ട, അതിന് ഏറ്റ കറി, പിന്നെ നല്ല പ്രദോഷം കഴിച്ചിട്ട് വന്നിരിക്കുക. എന്ത്?
ഇതൊക്കെ നീ എവിടുന്നാ ഞാൻ മോഷ്ടിച്ചത്? എന്തിനാ മോഷ്ടിക്കുന്നേ? ഞാൻ സുൽത്താന്റെ മകനാണ്, ബാഡ് മങ്കി. ഇന്നൊരു അടിപൊളി ലഞ്ച് കഴിച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. എവിടുന്ന്? ആ 4 മണ്ടന്മാരില്ലേ, ഫ്രണ്ട്ഷിപ്പിന്റെ പേരില് ജീവൻ കൊടുക്കുന്നവന്മാര്, ഹണി ബണി പോപ്പട്ട് പിന്നെ ജോർദാർ. അവന്മാര് കരുതി ഞാൻ നല്ലവനായെന്ന്. ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞ് ഞാൻ അവന്മാരങ്ങ് പറ്റിച്ചോ, കൂടാതെ ലഞ്ച് കഴിച്ചു. എന്റെ അഭിനയം കണ്ട ആ മണ്ടന്മാര് വിശ്വസിച്ചെന്നേ. ഞാനാരാ? സുൽത്താന്റെ മോനാണ്, ബാഡ് മങ്കി. കർത്താ, ഞാൻ എല്ലാവരുടെയും സുഹൃത്താ. നിങ്ങൾ 4 പേരും മണ്ടന്മാരാണ്. ഞങ്ങൾ എങ്ങനെയാ മണ്ടന്മാരായത്? അതെങ്ങനെ എനിക്കറിയാം. അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ മണ്ടൻ എന്ന് പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ആ കൊരങ്ങൻ അവന്റെ കൂട്ടുകാരുടെ അടുത്ത് പറയുകയായിരുന്നു. ഫ്രണ്ട്ഷിപ്പിന്റെ പേരില് ആ 4 മണ്ടന്മാരുണ്ടല്ലോ, അവന്മാരെ ഞാൻ പറ്റിച്ചു. ആ ഹണി ബണി പോപ്പട്ട് പിന്നെ ജോർദാർ. അവന്മാര് പറയാ ഞാൻ നല്ലവനാണ്. ഞാൻ അവന്മാരെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ അങ്ങ് പറ്റിച്ചു. എന്നാലും അവൻ നമ്മോട് ഇത് കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവന് വെറുതെ വിടരുത്. മണ്ടന്മാരുള്ളത് വരെ കബളിപ്പിക്കുന്നവർ കബളിപ്പിച്ചുകൊണ്ടേയിരിക്കും. സംശയമുണ്ടോ? എന്തായാലും അവൻ ഡിന്നറിന് വരുമല്ലോ. അവന് കൊടുക്കുന്ന ഡിന്നറ് അവൻ ജീവിതത്തിൽ മറക്കരുത്. ഇന്ന് രാത്രി കാണിച്ചു കൊടുക്കാം. അല്ല കൂട്ടുകാരാ, എന്തിനാ ജനവഴി വന്നത്? ഡോർബെല്ല് അടിച്ചിട്ട് മുന്നിലൂടെ വന്നൂടായിരുന്നോ? വിനാശകാലെ വിപരീത ബുദ്ധി. സംശയമുണ്ടോ? വേഗം വാ, ആഹാരം കഴിക്കാം. പാലക് പനീർ. ഇത് പാലക് പനീരല്ല, പച്ചമുളകിന്റെ പേസ്റ്റ് ആണ്. ഇത് എന്നോട് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? വെള്ളം. ഇത് വിനിഗർ ആയിരുന്നു. സംശയമുണ്ടോ? ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അതൊക്കെ എന്താ ഡിന്നർ ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഇന്നാ വാക്സ് ആപ്പിൾ. എന്താ ഡിന്നർ ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഞങ്ങളെ മണ്ടന്മാരെന്ന് കരുതിയല്ലേ നീ? നമ്മുടെ ബാഡ് മങ്കി ഇപ്പോ വളരെ ബാഡ് മങ്കി ആയി. എന്നാലും അവൻ നമ്മോട് ഇത് കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവന് വെറുതെ വിടരുത്. ഇന്നാ ബിയർ കഴിക്കേ, നീറ്റൽ അല്പം കുറയും. എന്റെ അടുത്താണോ നിങ്ങളുടെ ഈ കളി? ഞാൻ ആരാണെന്ന് ഇപ്പൊ കാണിച്ചു തരടാ. ആക്രമിക്ക്.
ഫ്രണ്ട്ഷിപ്പിനെയും ഫ്രണ്ട്സിനെ മണ്ടനായി കരുതുന്നവർക്കും ഇത് തന്നെയായിരിക്കും അന്ത്യം. ഇനി ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാനായി നീ ഒരിക്കലും ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് നീ അറിയും. റിട്ടേൺ ഓഫ് ബാഡ് മങ്കിയുടെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് വല്ലാതെ വിശക്കുന്നു. സംശയമുണ്ടോ? എന്നാ പിടിച്ചോ. ആ, ഓയ്, ആ, ഏയ്, ആ, എടേയ്, എടാ വെള്ളം താ. ഞാൻ പോപണ്ടാണ്, ബാഡ് മങ്കി അല്ല. സംശയമുണ്ടോ? ആ, ആ, ഓ, ഓ.